നിങ്ങളുടെ വീട്ടിലെ ഉപയോഗത്തിന് അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസ് പർപ്പസിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഇൻവെർട്ടറും ബാറ്ററിയും പരിചയപ്പെടാം. V-Guard ആണ് ബ്രാൻഡ് വരുന്നത്. ഇൻവെർട്ടർ പ്രൈം 1650, ബാറ്ററി വരുന്നത് VT165S. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനും കറണ്ട് പോയതിനു ശേഷം നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുമാണ് ഈ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യണത്. ഇൻവെർട്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ എത്ര ലോഡ് പവർ കൊടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട്. കൂടിയ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പവർ കൊടുക്കാനായിട്ട് സാധിക്കും. പ്രൈം 1650, കപ്പാസിറ്റി 1400 VA, 1120 വാട്ട്സ് വരെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്യുവർ സൈൻ വേവ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും, നോയ്സ് ലെവലും കുറവാണ്. സിംഗിൾ ബാറ്ററി സപ്പോർട്ടാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. 135 AH മുതൽ നമുക്ക് 230 AH വരെയുള്ള ബാറ്ററികൾ ഈ ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ എടുത്തേക്കണത് 154 AH ബാറ്ററിയാണ്. അപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞ ബാറ്ററിയും കൂടിയ ബാറ്ററിയും നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡലിൽ വരുന്നത്. ഒത്തിരി നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ബാറ്ററിയിൽ എന്തോരം ചാർജ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നോക്കി അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ചാർജ് ഇല്ലെങ്കിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ചാർജ് ഇല്ലെങ്കിൽ ബീപ്പ് സൗണ്ട് കേൾക്കും. ഇതിൽ നമുക്ക് ഓവർലോഡ് ആവുകയാണ്, ഈ ഒരു ഇൻവെർട്ടറിൽ ഓവർലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ അറിയാനായിട്ട്, ഈ ഒരു ഡിസ്പ്ലേയിൽ അറിയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ടെങ്കിലും നമുക്കിതിൽ അറിയാനായിട്ട് സാധിക്കും. ഒത്തിരി ഹീറ്റ് ആവുകയാണെങ്കിൽ, ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും ഡിസ്പ്ലേ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ബാറ്ററി ഞാൻ പറഞ്ഞിരുന്നു 154 AH ബാറ്ററിയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു ട്യൂബുലാർ ബാറ്ററി ആണ്. നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ എത്ര നേരം വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ബാറ്ററിയാണ്. കൂടിയ ബാറ്ററി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി, ബാക്കപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും ഫുൾ ചാർജ് ആകാനായിട്ട് ഏകദേശം 6-7 മണിക്കൂർ എടുക്കും. അത്തരത്തിൽ ഫുൾ ചാർജ് ആയതിനു ശേഷം ഈ ഒരു ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി വരുന്നത്, പവർ വരുന്നത് 1120 വാട്ട്സ് ആണ്. അത്തരത്തിൽ ഫുൾ വാട്ട്സിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫുൾ വാട്ട്സിലാണ് പറയണത്. പക്ഷെ നമ്മൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ വാട്ട്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. മാക്സിമം നമ്മൾ പവർ കുറയ്ക്കാനായിട്ട് നമുക്കിപ്പോൾ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഫാൻ ആണെങ്കിലൊക്കെ ഓഫ് ചെയ്യാനേ നോക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫാൻ വരുന്നത് BLDC ആണെങ്കിൽ മാക്സിമം ഒരു 35 വാട്ട്സ് ഒക്കെ വരുള്ളൂ. ആ സമയത്ത് നോർമൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ 80 വാട്ട്സ്, ട്യൂബ് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ 40 വാട്ട്സ്, LED ബൾബുകളൊക്കെ ആണെങ്കിൽ 10 വാട്ട്സിന് താഴെ മാത്രമേ പവർ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ കുറച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ലോഡ് എടുക്കാനായിട്ട്, കൂടുതൽ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെർട്ടറിനും ബാറ്ററിക്കും കൂടി ഏകദേശം ഒരു 25,000 രൂപയൊക്കെ മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിന് 36 മാസവും ബാറ്ററിക്ക് 54 മാസമാണ് വാറണ്ടി വരുന്നത്. ഈ ഒരു മോഡലിന്റെ ഇൻസ്റ്റലേഷൻ കമ്പനി ചെയ്തു തരും. അതിന് ചെറിയ പേയ്മെന്റ് വരുന്നു മാത്രം. ഇനി ഫ്രീ ഇൻസ്റ്റലേഷൻ വരുന്ന മോഡൽസും V-Guardൽ അവൈലബിൾ ആണ്.